ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളി സ്വാദിഷ്ടമായ കേരമീൻ കറിയുടെ റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും കറി തയ്യാറാക്കി തുടങ്ങാം. മൺചട്ടിയിലാണ് നമ്മൾ മീൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി വന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള കുടംപുളിയും ചെറിയ ഉള്ളി അരിഞ്ഞതും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവയെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കേരമീൻ മുളകിട്ടതാണ് വെക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള ഉണ്ട പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വറ്റൽ മുളകും ഒക്കെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അപ്പൊ അതുവരെ കുറഞ്ഞ തീയിലിട്ട് നമ്മൾക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമ്മൾക്കൊരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ 30 സെക്കൻഡ് മാക്സിമം മതിയാവും. പൊടികൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്ന സമയത്ത് ഞാനിവിടെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയും അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നീട് നമ്മൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി, നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആ ചാറെല്ലാം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേരമീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ ഏത് മീൻ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. എങ്കിലും ഇതേപോലെയുള്ള മീനുകൾ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴേക്കും വളരെ ടേസ്റ്റാണ്. ഈ കറിയുടെ ചാറിന് പോലും വളരെ ടേസ്റ്റാണ്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇല്ലെങ്കിലും ചാറ് കൂട്ടിയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഞാനൊന്ന് ഇളക്കി നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കൊഴുത്തിരിക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് നമ്മളുടെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അല്പം കൂടി ഒന്ന് വറ്റുന്നത് വരെ നമ്മൾക്കൊന്ന് തിളപ്പിക്കാം. നല്ല രീതിയിൽ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. 1-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാലോ 3-ാം പാലോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ 1 കപ്പ് തേങ്ങ ചിരവി എടുത്തതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ആക്കിയെടുത്തു. എന്നിട്ട് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പുളിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേരമീൻ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.